തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടുവാൻ ഇടതുമുന്നണി എന്തു ചെയ്യണം എന്നത് സംബന്ധിച്ച് ഇടതുമുന്നണിയെ സ്നേഹിക്കുന്നവരും ഇടതുമുന്നണി നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരും ഒന്നുപോലെ ഉപദേശങ്ങൾ പടച്ചുവിടുന്നുണ്ട്. എല്ലാവരും പക്ഷേ ഒന്നു പറയുന്നില്ല: തിരുത്തണം, മാറണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കിട്ടിയ 20-ൽ 18 സീറ്റിന്റെ വെളിച്ചത്തിൽ ജനാധിപത്യ മുന്നണി ഒന്നും നോക്കാനില്ലാതെ കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തുന്നു എന്ന ധാരണയും പരത്തപ്പെടുന്നുണ്ട്. 2019-ൽ 20-ൽ 19 സീറ്റ് കിട്ടിയിട്ടും ജനാധിപത്യ മുന്നണി 2021-ൽ അധികാരത്തിൽ തിരിച്ചെത്തിയില്ല എന്ന ചരിത്രപാഠം എല്ലാവരും മറക്കുന്നു. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അതേപടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ആവർത്തിക്കപ്പെടില്ല എന്ന ചരിത്രപാഠം മറക്കാതിരിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ഇടതുമുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM എങ്ങനെ കാണുന്നു എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജൂൺ 27-ന് പാർട്ടി പത്രത്തിൽ എഴുതിയ പ്രതിവാര കോളത്തിൽ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നതിൽ CPM ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ കൂട്ടായ്മ നടത്തിയ ശ്രമം ഒരു പരിധിവരെ വിജയിച്ചതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. അതിനാവശ്യമായ ആശയ പരിസരം ഒരുക്കുന്നതിലും ഓരോ സംസ്ഥാനത്തെയും സാഹചര്യം നോക്കി BJPയുടെ സീറ്റ് പരമാവധി കുറയ്ക്കുക എന്ന അടവ് നയം മുന്നോട്ട് വെക്കുന്നതിലും CPM കാര്യമായ പങ്ക് വഹിച്ചതായും അവകാശപ്പെട്ടു. അതിനാണോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നടുവിൽ ഭാരതത്തിൽ CPMനുള്ള ഏക മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാതെ കുടുംബസമേതം ലോക പര്യടനത്തിന് പോയത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. കുവൈറ്റിലെ തീപിടുത്തത്തിന് ഇരയായവരെ സന്ദർശിക്കുവാൻ പോകുന്നതിന് മന്ത്രി വീണ ജോർജിന് അനുമതി നിഷേധിച്ച കേന്ദ്രം പിണറായിക്കും മരുമകനും സംഘത്തിനും വിദേശ പര്യടനത്തിന് അനുമതി കൊടുത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരില്ലേ? ദേശീയ തലത്തിൽ BJPയെ ഒതുക്കുന്നതിൽ കൈവരിച്ച വിജയം കേരളത്തിൽ ഇടതുമുന്നണിക്ക് അനുകൂലമാക്കുന്നതിൽ വിജയിക്കാനായില്ല എന്ന് സെക്രട്ടറി തുറന്ന് സമ്മതിച്ചു. ഇതെന്തുകൊണ്ട് എന്ന് ജൂൺ 3-ാം വാരത്തിൽ 5 ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും പരിശോധിച്ചു. CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും യോഗത്തിൽ സംബന്ധിച്ചു. തുടർന്ന് എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും ഫലവും വിലയിരുത്തി. ഇനി ജൂൺ 28 മുതൽ 30 വരെ ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി ചേരുന്നുണ്ട്. അതിനുശേഷം ജൂലൈ 2 മുതൽ 4 വരെ 4 മേഖലാ യോഗങ്ങൾ നടക്കുന്നുണ്ട്. ഈ യോഗങ്ങളിൽ യെച്ചൂരിയും കാരാട്ടും പങ്കെടുക്കും. തുടർന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ മേഖലകളിലായി തിരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കും. ലോക്കൽ തലത്തിലും വിപുലമായ ജനകീയ കൂട്ടായ്മകൾ സംഘടിപ്പിക്കും. ബൂത്ത് തല പരിശോധനയും നടത്തും. അതായത് തെരഞ്ഞെടുപ്പ് ഫലത്തെയും അതിലുണ്ടായ ജനഹിതത്തെയും പാർട്ടി വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്ന് വ്യക്തം. അത് നല്ല സൂചന തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഉണ്ടായി ഗോവിന്ദൻ ആവർത്തിച്ചു. കനത്ത സാമ്പത്തിക പരാധീനതകൾക്കിടയിലും സർക്കാർ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്തെന്ന് ജനത്തിന് മനസ്സിലായില്ലെന്ന് വേണം സെക്രട്ടറിയുടെ വിലയിരുത്തലിൽ നിന്നും വായിച്ചെടുക്കുവാൻ. ജനങ്ങൾക്ക് കാണാനായത് സർക്കാരിന്റെ ധൂർത്തും ദുർവ്യായവും ആണ്. അതുകൊണ്ട് തിരുത്താനുള്ളവ തിരുത്തും, മാറാനുള്ളവ മാറും. ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് അവഗണിക്കില്ല, ഗോവിന്ദൻ വാഗ്ദാനം ചെയ്തു. പെൻഷനും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും കൊടുക്കുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടായി. കേന്ദ്ര സഹായം തരാതിരുന്നതാണ് വിഷയം. സർക്കാരിന്റെ പ്രവർത്തനത്തിന് മുൻഗണനാക്രമം നിശ്ചയിക്കണം. ആദ്യം പരിഗണിക്കേണ്ടത് ഏതെന്ന് നിശ്ചയിക്കുമ്പോൾ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്നവരെ ആദ്യം പരിഗണിക്കും, സെക്രട്ടറി വാഗ്ദാനം ചെയ്തു. പറയുന്നത് നല്ല കാര്യമാണ്, നടപ്പാക്കിയാൽ മാറ്റം വരും. പാർട്ടിയും സർക്കാരും യോജിച്ച് മുന്നോട്ടു പോകും എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആയിരുന്നില്ലേ ഇതുവരെ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും സംഭവിക്കുന്നത് പോലെ UDF കൂടുതൽ സീറ്റ് നേടി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ കൂട്ടായ്മയെ ജയിക്കുവാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി. പ്രതിപക്ഷ സർക്കാർ ഉണ്ടാക്കിയാൽ അതിന്റെ നേതൃത്വം കോൺഗ്രസിനാവില്ലേ എന്ന് ജനം കരുതി എന്നും പാർട്ടി വിലയിരുത്തുന്നു. കൃത്യമായ വിലയിരുത്തലാണ്. BJPയെ ഭയന്ന മുസ്ലിം സമൂഹം ഭാരതത്തിലാകമാനം അവരുടെ വോട്ട് ചിതറിപ്പോകാതെ BJP വിരുദ്ധർക്ക് കിട്ടത്തക്ക വിധം വിനിയോഗിച്ചു. മിക്കവാറും സംസ്ഥാനങ്ങളിൽ അവർ കോൺഗ്രസിന് ഒപ്പം നിന്നു. പക്ഷേ ബംഗാളിൽ കോൺഗ്രസിനെ വിട്ട് മമതയ്ക്കൊപ്പം കൂടി. സംസ്ഥാനത്തെ മൊത്തം പരാജയത്തെക്കാൾ അപകടകരമായി CPM കാണുന്ന തൃശൂരിലെ BJPയുടെ വിജയത്തെ
ഗോവിന്ദൻ ഇങ്ങനെയാണ് വിലയിരുത്തിയത്. തൃശൂരിൽ കോൺഗ്രസിന് വോട്ട് കുറഞ്ഞു. അവർക്ക് വോട്ട് ചെയ്യുന്ന ക്രൈസ്തവരിൽ നല്ല പങ്ക് മാറി ചെയ്തു. മറ്റ് പരമ്പരാഗത വിഭാഗക്കാരും മാറി. BJPക്ക് 74,686 വോട്ട് കൂടുതൽ കിട്ടിയപ്പോൾ കോൺഗ്രസിന് 86,000 വോട്ട് കുറഞ്ഞു. BJPക്ക് 10.2% വോട്ട് കൂടിയപ്പോൾ കോൺഗ്രസിന് 9.92% വോട്ട് കുറഞ്ഞു. കണക്ക് ശരിയാണ്. എന്നാൽ ശക്തമായ ഇടത് കേന്ദ്രങ്ങളിൽ എന്തോ വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നില്ല. ഇതേക്കുറിച്ച് കൂടിയാണ് ഈഴവർ CPMൽ നിന്നും അകലുന്നു എന്ന് ബിനോയ് വിശ്വം പറഞ്ഞത്. തൃശൂരിലെ ക്രൈസ്തവരുടെ വോട്ട് ചോർന്നത് സഭാ നേതൃത്വം പറഞ്ഞിട്ടല്ല. ജനങ്ങളിൽ CPMന്റെ മുസ്ലിം പ്രീണനത്തെക്കുറിച്ച് ഉണ്ടായ തിരിച്ചറിവാണ് വിഷയമായത്. മതം, ജാതി, സ്വത്വവാദ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും ഇടതു മുന്നണിയെ പരാജയപ്പെടുത്തുവാൻ നോക്കി. ഗോവിന്ദൻ പരിതപിച്ചു. എന്തുകൊണ്ട് മാധ്യമങ്ങൾ പരിതപിച്ചു? കടക്കുപുറത്ത് എന്ന് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് അലറിയിട്ടു. പാർട്ടി എന്ത് ചെയ്യും? ഇസ്ലാം രാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും മുസ്ലിം ലീഗും UDFും ഒരു മുന്നണിയായി പ്രവർത്തിച്ചു. ഈ ന്യൂനപക്ഷ വർഗീയ മുന്നണിയെ ചൂണ്ടിക്കാട്ടി ഭൂരിപക്ഷ വർഗീയത വളർത്തിയെടുക്കുവാൻ BJPയും ശ്രമിച്ചു. ഇതിനെ മറയ്ക്കാൻ മതനിരപേക്ഷമാണ് CPMന്റെ മുഖമുദ്ര എന്ന പ്രസ്താവനയുമായി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ വന്നു. മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ജനങ്ങൾക്കുള്ള അവകാശത്തിന് വേണ്ടിയാണ് CPM നിൽക്കുന്നത്. ഗോവിന്ദൻ പറഞ്ഞത് പതിവ് വായ്ത്തരി മാത്രം. ലീഗിന് മാറ്റം വന്നിരിക്കുന്നു എന്ന പിണറായിയുടെ നിരീക്ഷണം ശരിയാണ്. അവർ കൂടുതൽ വർഗീയമാവുകയാണ്. അതിന് ആശയപരമായി തടയിട്ടിരുന്ന കേരളത്തിലെ CPM അവരെക്കാൾ മുസ്ലിം പ്രീണനത്തിന് ശ്രമിച്ചാൽ അവർ എന്ത് ചെയ്യും? സമസ്ത പറയുന്നത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും വേദവാക്യമല്ലേ? സ്കൂളുകളിലെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമും വാര്യൻകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി പ്രണയവുമെല്ലാം ജനം കണ്ടതല്ലേ? ജനാധിപത്യ മുന്നണിയുടെ മുസ്ലിം പ്രീണനം കണ്ടു മടുത്ത് 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തവർ കളം മാറിയത് എന്തുകൊണ്ട്? 1990കളിൽ ശരീഅത്ത് വിവാദം ഉണ്ടായപ്പോൾ കടുത്ത ശരീഅത്ത് വിരുദ്ധ നിലപാട് എടുത്ത EMSഉം VSഉം ഉയർത്തിയ നിലപാട് അന്ന് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതല്ലേ? ക്രൈസ്തവ മുസ്ലിം സ്പർദ്ധ വളർത്തി ക്രൈസ്തവ വോട്ട് തേടാൻ BJP ശ്രമിച്ചു. വാസ്തവത്തിൽ BJPക്ക് വോട്ട് ചെയ്തിരിക്കാവുന്ന ക്രൈസ്തവരുടെ വികാരം ഇനിയും മനസ്സിലായിട്ടില്ലെന്ന് വ്യക്തം. ക്രൈസ്തവർ അനുഭവിക്കുന്ന ലവ് ജിഹാദ് ഇല്ലെന്ന് പറയാൻ ജിഹാദികൾക്ക് സംരക്ഷണം കൊടുക്കുവാൻ പാർട്ടിക്ക് എത്ര ആവേശം! 2023 ഏപ്രിൽ 12 MS ഷാജിൻ എന്ന DYFI നേതാവ് ജോയ്സ്ന ജോസഫ് എന്ന ക്രൈസ്തവ യുവതിയെ രഹസ്യമായി കൂട്ടിക്കൊണ്ടുപോയ വിഷയം ലവ് ജിഹാദോ എന്ന സംശയം പ്രകടിപ്പിച്ച CPM നേതാവ് ജോർജ് തോമസിനെ എന്താണ് ചെയ്തത്? 2 വട്ടം തിരുവമ്പാടിയിലെ CPM MLA ആയിരുന്ന അദ്ദേഹത്തെ ഏപ്രിൽ 23 പാർട്ടി ഈ വിഷയത്തിൽ പരസ്യമായി സെൻഷർ ചെയ്തു. 2023 ജൂലൈ 15 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ക്രൈസ്തവർ എല്ലാം കാണുന്നുണ്ട്. BJPക്ക് വോട്ട് ലഭിക്കാൻ വെള്ളാപ്പള്ളിയെ പോലുള്ളവരും പ്രവർത്തിച്ചു എന്ന് ഗോവിന്ദൻ സമ്മതിക്കുന്നു. രാജ്യസഭാംഗങ്ങളെ നിശ്ചയിച്ചതിൽ ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടതായി അദ്ദേഹം ആരോപിച്ച കാര്യവും ഗോവിന്ദൻ ഓർമ്മിക്കുന്നു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുദർശനം തന്നെയോ യോഗം ജനറൽ സെക്രട്ടറിയുടേത് എന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തുന്നു. വെള്ളാപ്പള്ളി പറഞ്ഞതുകൊണ്ടാണ് ജനം മാറിയതെന്ന് തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹമുണ്ടാക്കിയ BDJSന് ഇനിയും പച്ച തപ്പാൻ ആയിട്ടില്ല എന്ന യാഥാർത്ഥ്യം കാണണം. എന്നാൽ സർക്കാരിന്റെ മുസ്ലിം പ്രീണനം വല്ലാതായി. KT ജലീൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ രൂപീകൃതമായ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയിരുന്നു ഡോക്ടർ PM മുബാറക് പാഷ. അന്ന് വെള്ളാപ്പള്ളി ബഹളം വെച്ചെങ്കിലും ഒതുങ്ങി. ജനം മനസ്സിൽ കുറിച്ചു. തൃശൂരിലെ പരമ്പരാഗത CPM വോട്ട് ബാങ്കുകളിൽ ചോർച്ച ഉണ്ടായി. അതിന്റെ ക്രെഡിറ്റ് വെള്ളാപ്പള്ളിക്ക് കിട്ടുന്നു. ന്യൂനപക്ഷ സംരക്ഷണം ഏതാനും വോട്ടിനു വേണ്ടിയല്ല CPM നടത്തുന്നത് എന്നും ജനാധിപത്യവും മതനിരപേക്ഷതയും ശക്തിപ്പെടുത്താനാണെന്നും ഗോവിന്ദൻ വിശദീകരിച്ചു. അതിന്റെ ഭാഗമായാണ് പൗരത്വ നിയമത്തെയും ഏക സിവിൽ കോഡിനെയും എതിർക്കുന്നത്.
വോട്ട് നോക്കിയല്ല. ന്യൂനപക്ഷമെന്നാൽ മുസ്ലിമുകൾ എന്ന് മാത്രമായി CPM സങ്കല്പം. ഇവിടെ ക്രൈസ്തവർ ന്യൂനപക്ഷമാണ്. സർക്കാരിന്റെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ജനസംഖ്യാനുപാതികമായി വിഭജിക്കണം എന്ന് ഹൈക്കോടതി വിധിക്കെതിരെ പിണറായി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചില്ലേ? സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനും അംഗവും എല്ലാം ഒരു സമുദായമാകത്തക്ക വിധം ജലീൽ നിയമം ഭേദഗതി ചെയ്തില്ലേ? ഇതെല്ലാം നടക്കുമ്പോൾ പാർട്ടി എവിടെയായിരുന്നു? CPM നിലപാട് ജനങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിൽ തിരുത്തുവാൻ ശ്രമിക്കും പോലും. തെറ്റുകൾ ജനങ്ങളോട് ഏറ്റുപറഞ്ഞ് അവരുടെ വിശ്വാസം നേടി തിരിച്ചു വരിക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം. ഏറ്റുപറയേണ്ട അവർ ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ തിരുത്താൻ തയ്യാറായാൽ മാറ്റമുണ്ടാവും. CPM ജില്ലാ സമ്മേളനങ്ങളുമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിലയിരുത്തലുകളിൽ ഉയർന്നതായി പറയപ്പെട്ട പല നിർദ്ദേശങ്ങളും വളരെ ആത്മാർത്ഥതയുള്ളതായി കണക്കാക്കപ്പെടുന്നു. അവയിൽ പലതും ഗോവിന്ദന്റെ ലേഖനത്തിലില്ല. പറയാനാവുന്നതല്ലേ പറയാനാവൂ എന്നതും കാരണമാവാം. ഇടതുമുന്നണിയിലെ CPIയുടേതായി വരുന്ന നിരീക്ഷണങ്ങളിൽ അവർക്ക് ഒരിടത്തും ജയിക്കാനാവാതെ വന്നതിന് മുന്നണിയിലെ മറ്റു കക്ഷികളെ കുറ്റം പറയുന്നതിനുള്ള ത്വരയാണ് കൂടുതൽ ശക്തം. കേരള കോൺഗ്രസ് മാണിക്കാരുടെ വിലയിരുത്തലിലും തോറ്റതിന്റെ സങ്കടം പ്രകടമാണെങ്കിലും ഇന്നത്തെ പോക്ക് വിനാശകരമായിരിക്കും എന്ന വിലയിരുത്തൽ ആത്മാർത്ഥമാണ്. തോൽവിക്ക് മുഖ്യമന്ത്രിയുടെ ചില രീതികൾ കാരണമായെങ്കിലും അദ്ദേഹത്തെ മാത്രം ബലി കൊടുത്താൽ മുന്നണി രക്ഷപ്പെടില്ലെന്ന വിലയിരുത്തലും സത്യസന്ധമാണ്. അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തു മുന്നേറാൻ ഇടതുമുന്നണിക്ക് സാധിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം അടുത്ത 2 തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കാതെ നോക്കാനാവും. മുണ്ടുടുക്കുന്ന പിണറായിക്ക് പകരം പാന്റിടുന്ന പിണറായി വന്നതുകൊണ്ട് ജനങ്ങളുടെ സങ്കടം മാറില്ല. പകരം മുണ്ടുടുക്കുന്ന പിണറായി തന്നെ കൂടുതൽ ജനകീയനായാൽ ഫലം ഉണ്ടാവുകയും ചെയ്യും. നായകനല്ല മാറേണ്ടത്. ശൈലി മാറ്റി നായകനെ നിലനിർത്തുന്നതിന് പകരം നായകനെ മാറ്റി പുത്തൻ ശൈലി കൊണ്ടുവന്നാലും ജനങ്ങളുടെ മനസ്സിൽ വലിയ ചലനം ഉണ്ടാകാൻ ഇടയില്ലെന്ന് തെളിയിച്ച ഒരു സംഭവം കേരള ചരിത്രത്തിലുണ്ട്. 1995 കോൺഗ്രസ് അവരുടെ മുഖ്യമന്ത്രി കരുണാകരന്റെ ശൈലിയിൽ മനസ്സുമടുത്ത് അദ്ദേഹത്തെ മാറ്റി പകരം AK ആന്റണിയെ കൊണ്ടുവന്നു. ലാളിത്യത്തിന്റെയും സംശുദ്ധിയുടെയും പ്രതീകമായി വാഴ്ത്തപ്പെടുന്ന ആന്റണി ചാരായ നിരോധനം പോലുള്ള അതിവിപ്ലവകരമായ ഭരണപരിഷ്കാരവും കൊണ്ടുവന്നു. പക്ഷേ 1996 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടു. ഭരണവിരുദ്ധ വികാരം മുഖ്യമന്ത്രിയെ മാറ്റിയതുകൊണ്ടോ ചില പൊടിക്കൈകൾ കാണിച്ചതുകൊണ്ടോ മാറില്ല. അത് പിണറായിയെ മാറ്റിയാലും ഫലം അതുതന്നെ ആകാനാണ് ഇട. ഒന്നാം പിണറായി സർക്കാരും രണ്ടാം സർക്കാരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ജനങ്ങൾക്ക് ഏറെ അമർഷമുണ്ടാക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്നിവ കണ്ടെത്തി വേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ ബാക്കിയുള്ള 2.5 വർഷം കൊണ്ട് സർക്കാരിന് വലിയ ഇമേജ് ഉണ്ടാക്കാനാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം തിരുത്താൻ ആവശ്യപ്പെടുന്നത് ഒന്നാമതായി മുഖ്യമന്ത്രിയോട് അല്ല CPMനോടാണ്. ഇടതുമുന്നണി അധികാരത്തിൽ വരുമ്പോഴെങ്കിലും ജനം അധികാരം ഏൽപ്പിക്കുന്നത് വ്യക്തികളെയല്ല പാർട്ടിയെയാണ് എന്നാണ് വിശ്വാസം. EMS മുതൽ VS വരെയുള്ള എല്ലാ മുഖ്യമന്ത്രിമാരുടെയും കാലത്ത് അങ്ങനെയാണ് നടന്നിട്ടുള്ളതും. എന്നാൽ പിണറായി വരുന്നതോടെ പാർട്ടിയേക്കാൾ ശക്തനായി മുഖ്യമന്ത്രി. അവിടെ തുടങ്ങുന്നു അപജയം. സാക്ഷാൽ VSന്റെ എത്ര പ്രൈവറ്റ് സെക്രട്ടറിമാരെയാണ് അക്കാലത്ത് പാർട്ടി വെട്ടിനിരത്തിയത്. ഇപ്പോൾ അത്തരത്തിലൊന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെയ്യാൻ പാർട്ടിക്ക് സാധിക്കുമോ? CPI ഒഴികെയുള്ള ഘടകകക്ഷി മന്ത്രിമാരുടെ ഓഫീസുകളിൽ പോലും താക്കോൽ സ്ഥാനത്ത് ഇരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആൾക്കാരല്ലേ? മുഖ്യമന്ത്രിയുടെ ദയ കൊണ്ട് കിട്ടിയതാണ് തങ്ങളുടെ മന്ത്രിസ്ഥാനം എന്ന് കരുതുന്ന പാവങ്ങൾക്ക് അതിനപ്പുറം വിധേയത്വം കാണിക്കാനാവുമായിരുന്നില്ല. മുഖ്യമന്ത്രിയോട് ചേർന്ന് നിന്നാൽ അനർഹമായും പലതും നേടാം എന്ന ചിന്തയുള്ള ഘടകകക്ഷി നേതാക്കളും തിരുത്തണം. മുഖ്യമന്ത്രിയുടെ വിധേയരായി പ്രവർത്തിക്കുന്ന അടിമത്ത മനോഭാവം ഉപേക്ഷിക്കണം. പാലായിലെ നവകേരള സദസ്സിലെ അപമാനം തോമസ് ചാഴിക്കാടൻ കോട്ടയത്തെ പരാജയ കാരണങ്ങളിൽ ഒന്നായ പാർട്ടി ഉന്നതാധികാര സമിതിയുടെ മുമ്പാകെ പറഞ്ഞതായി പത്രങ്ങളിൽ വന്നു. ചാഴിക്കാടനോട് മുഖ്യമന്ത്രി അപമര്യാദയായി പെരുമാറിയ അന്ന് എന്തോ ജോസ് കെ മാണി പരസ്യമായി പറഞ്ഞില്ല, പാടില്ല എന്ന്. പരസ്യമായി പറയുന്നതിന് പരസ്യമായ മറുപടിയും വേണം, അല്ലെങ്കിൽ ഇത്തരം തിരിച്ചടികൾ ഉണ്ടാവും. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കുന്നതിലും അവിടെ നീന്തൽക്കുളം ഉണ്ടാക്കുന്നതിലും ഒന്നും പാർട്ടിക്ക് ഒന്നും പറയാനില്ലായിരുന്നു. കേരളത്തിലെ ഭാവി മുഖ്യമന്ത്രിമാരെ എല്ലാം
കൂടുതൽ സുഖലോലുപരാക്കുകയല്ലേ പിണറായി ചെയ്യുന്നത്? പിണറായി വിജയൻ സഖാക്കൾക്കിടയിൽ ഒരു സമ്പന്ന സംസ്കാരം പടർത്തി എന്ന വിമർശനമുള്ള മുതിർന്ന സഖാക്കളും നിരവധിയുണ്ട്. 40 വാഹനങ്ങളുടെ അകമ്പടിയോടെ നടത്തുന്ന യാത്രയിലും ജനങ്ങളെക്കാൾ ആകുലരാകേണ്ടത് പാർട്ടിയായിരുന്നില്ലേ? ഇതാണോ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? മുഖ്യമന്ത്രിയെക്കുറിച്ചും മകളെക്കുറിച്ചും വന്ന ആക്ഷേപങ്ങൾ, ജലീലിന്റെ കാലത്ത് വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റംസ് സാധനങ്ങളുമായി പുറപ്പെടുന്ന സർക്കാർ വാഹനം, GPS പോലും കട്ട് ചെയ്ത ബാംഗ്ലൂർ വരെ പോയത് എല്ലാം ന്യായീകരിക്കുവാനല്ലേ പാർട്ടി ശ്രമിച്ചത്? മാസപ്പടി വിവാദത്തിൽ സർക്കാർ സ്ഥാപനം സമർത്ഥനായ അഭിഭാഷകൻ കേരളത്തിൽ ഉണ്ടായിട്ടും ഡൽഹിയിൽ നിന്നും കേസ് വാദിക്കാൻ ലക്ഷങ്ങൾ മുടക്കി അഭിഭാഷകരെ കൊണ്ടുവന്നത് പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ലേ? കൊല്ലം ലോക്സഭാ സീറ്റിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിന് ചേർന്ന ജില്ലാ സമിതിയിൽ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ കുറിച്ച് സാക്ഷാൽ ഗുരുദാസൻ തന്നെ രൂക്ഷമായി വിമർശിച്ചതായി വായിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ മുഖ്യമന്ത്രിയുടെ മാത്രം ഇഷ്ടം പാലിക്കപ്പെടുകയായിരുന്നു. ഗുരുദാസനെ പോലെ ഒരു നേതാവിനെ മാറ്റി മുകേഷിനെ പോലെ ഒരു സിനിമാ നടനെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചത് തന്നെ എന്തിനാണ്? പാർട്ടിയുടെ ഷുവർ സീറ്റ് ഇങ്ങനെ കൊടുത്തതിന് എന്തിന് പാർട്ടി കൂട്ടുനിന്നു? തുടർഭരണം കിട്ടിയതോടെ പിണറായി ഏകാധിപതി ആവുകയായിരുന്നില്ലേ? VS അസ്തമിച്ചതും ദുരന്തമായി. മന്ത്രിസഭയിലെ അംഗങ്ങളെ അദ്ദേഹം സ്വയം തീരുമാനിച്ചു. പ്രഗത്ഭരായ മന്ത്രിമാരെ ഒഴിവാക്കി. പലർക്കും സീറ്റില്ലായിരുന്നു. കോവിഡ് ഫെയിം KK ശൈലജയ്ക്ക് പോലും മന്ത്രിസ്ഥാനം കൊടുത്തില്ല. ശൈലജ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത് എന്ന് ഇപ്പോൾ P ജയരാജൻ പറയുന്നത് സൂചനയാണോ? പിണറായിയുടെ മകളുടെ ഭർത്താവ് റിയാസിന് മന്ത്രിസ്ഥാനം കൊടുത്തു. അദ്ദേഹത്തെ നിയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയുന്ന യോഗ്യതകൾ അതിലും അധികമായി ഉള്ളവർ ഉണ്ടായിരുന്നില്ലേ? ഇതെല്ലാം പാർട്ടിയുടെ വീഴ്ചയല്ലേ? നവകേരള സദസ്സിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച KSUകാരെ ഹെൽമറ്റ് കൊണ്ടും പൂച്ചട്ടി കൊണ്ടും എല്ലാം DYFIക്കാർ നേരിട്ടതും അതിനെ രക്ഷാപ്രവർത്തനമായി മുഖ്യമന്ത്രി ചിത്രീകരിച്ചതും KSUക്കാർ കാണിച്ചത് ശരിയല്ലെന്ന് കരുതുന്നവരിൽ പോലും സമാധാനകാംക്ഷികളായി ജനങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കി എന്ന് പാർട്ടി മനസ്സിലാക്കിയോ ആവോ? എങ്ങനെയും അധികാരം പിടിക്കണം എന്ന പിണറായി തന്ത്രത്തിന് പാർട്ടി കീഴടങ്ങിയതിന്റെ വിലയാണ് ഈ തിരിച്ചടിയും വരാനിരിക്കുന്ന തിരിച്ചടിയും. ഭൂരിപക്ഷ വർഗീയതയെ നേരിടാൻ ന്യൂനപക്ഷ വർഗീയത വളർത്തുന്നത് ആപത്താണെന്ന് സാക്ഷാൽ EMSന്റെ ഉപദേശം പരണത്ത് വെച്ചല്ലേ പിണറായി സമീപനങ്ങൾ സ്വീകരിച്ചത്. 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുസ്ലിം പ്രീണനത്തിനായി മദനി ശുപാർശ ചെയ്ത ഹുസൈൻ രണ്ടത്താനിക്ക് കൊടുക്കുവാൻ CPIയിൽ നിന്നും പൊന്നാനി സീറ്റ് പിടിച്ചെടുത്തപ്പോൾ ആരംഭിച്ച വിജയന്റെ ജൈത്രയാത്രയാണ് ഇവിടെ വരെ എത്തിയത്. അന്ന് പൊന്നാനി സീറ്റിനു വേണ്ടി CPIയുടെ സമുന്നത നേതാവ് വെളിയം ഭാർഗവൻ പിണറായിയെ പരസ്യമായി വെല്ലുവിളിച്ചത് ഇടതുമുന്നണി തകരും എന്ന നിലയിൽ വരെ എത്തിയിരുന്നു. പൊന്നാനി സീറ്റ് വിട്ടു തന്നില്ലെങ്കിൽ ഇടതുമുന്നണിയിൽ CPM മത്സരിക്കുന്ന 14 സീറ്റിലും CPI സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തും എന്നുവരെ അന്ന് വെളിയം വെല്ലുവിളിച്ചതാണ്. അവസാനം അവർ പ്രഖ്യാപിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി AP കുഞ്ഞാമ്പൂവിനെ പിൻവലിക്കേണ്ടി വന്നു. വയനാട് സ്വീകരിച്ചു പത്തി മടക്കേണ്ടി വന്നു. കുഞ്ഞാമ്പൂവിനായിരുന്നു അന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ എന്നായിരുന്നു സംസാരം. 2009 MV വീരേന്ദ്രകുമാറിന്റെ കോഴിക്കോട് സീറ്റ് ജനതാദളിൽ നിന്നും CPM പിടിച്ചെടുത്തത്. പിണറായി അങ്ങ് എടുത്തു. ജനതാദളിന് സീറ്റില്ല, വേറെ ഏതെങ്കിലും സീറ്റ് തരാമെന്നായി പിണറായി. അങ്ങനെയാണ് ജനതാദൾ മന്ത്രി മാത്യു T തോമസിന് മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കേണ്ടി വന്നതും വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ ഇടതുമുന്നണി വിട്ടതും. ജനാധിപത്യ മുന്നണിയിൽ എത്തിയതും അതേ തുടർന്ന് ജനതാദൾ പിളർന്നതും. 2014 RSPയുടെ കൊല്ലം സീറ്റും CPM പിടിച്ചെടുത്തു. ഇക്കാര്യത്തിലെല്ലാം പിണറായി പറഞ്ഞത് പാർട്ടി അനുസരിച്ചു. ഇടതുമുന്നണി അവകാശപ്പെടുന്ന മതേതരത്വം കാപട്യമാണെന്നും അവർ ന്യൂനപക്ഷം എന്ന് പറയുന്നതും ന്യൂനപക്ഷ അവകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നതും മുസ്ലിമുകളുടെ കാര്യം മാത്രമാണെന്നും ഇന്ന് ക്രൈസ്തവരിൽ നല്ല പങ്ക് മനസ്സിലാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ഈ പ്രായത്തിൽ ശൈലി തിരുത്താൻ ക്ലേശമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കരുതുന്നുണ്ടെങ്കിൽ ഒരിക്കലും വാർദ്ധക്യം ബാധിക്കാത്ത പാർട്ടിക്ക് അതിന് കഴിയണം.
മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ തിരുത്തേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം BJP നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വാർത്ത പുറത്തുവിട്ട ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ എന്താണ് ചെയ്തത്? ആ കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ച BJP നേതാവ് ജാവേദ്കർക്ക് ഒരു ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ. തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കണം. ജയിച്ചത് ആ കൂടിയാലോചന കൊണ്ടാണോ? പാർട്ടിയുടെ നട്ടെല്ലായ ഈഴവ സമുദായത്തിൽ മാത്രമല്ല, ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ആലപ്പുഴ മുതൽ കണ്ണൂർ വരെയുള്ള CPM കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകളിൽ അപായ സൂചനകളുണ്ട്. ആലപ്പുഴയിൽ G സുധാകരൻ പാർട്ടി നേതൃത്വത്തിനെതിരെ തുറന്നടിക്കുന്നു. CPM-ൽ തനിക്കെതിരെ പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന് സുധാകരൻ കുറ്റപ്പെടുത്തുന്നു. അദ്ദേഹം വിമർശിച്ച അമ്പലപ്പുഴ MLA സുധാകരനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നു. ഗൗരി അമ്മയുടെ പുറത്താക്കലിന് പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് സലാം കൂട്ടിച്ചേർക്കുമ്പോൾ സൂചന കൃത്യമാണ്. വലിയ സ്ഫോടനാത്മകമല്ല സാഹചര്യമെങ്കിലും CPM-ൽ ഇതെല്ലാം അത്യസാധാരണമാണ്. പകൽ CPM-ഉം രാത്രി SDPI-യും ആണ് ചിലരെന്ന് സുധാകരൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. കണ്ണൂരിൽ പിണറായി മാത്രമല്ല, ജയരാജന്മാർ മൂന്നും കടുത്ത വിമർശനം നേരിടുന്നു. ഇടതുമുന്നണി കൺവീനറുടെ വൈദേഹം റിസോർട്ടാണ് വിഷയം. MV ജയരാജൻ ജില്ലാ സെക്രട്ടറി ലോക്സഭയിലേക്ക് തോറ്റ് ദയനീയ സ്ഥിതിയിലാണ്. P ജയരാജനുമായി കൊമ്പുകോർത്ത് മനു തോമസ് പാർട്ടി വിട്ടു. മനുവും ഒരു അടയാളമാണ്. പുറത്താക്കുന്നതല്ല, അകത്ത് നിൽക്കാനാവാതെ പുറത്തു പോകുന്നു. DYFI-യുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന മനു പാർട്ടി വിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു മനു. പാർട്ടി നേതാക്കൾക്ക് RSS-ഉമായും കള്ളക്കടത്തുകാരുമായും കൊട്ടേഷൻ സംഘങ്ങളുമായും ബന്ധമുണ്ടെന്നാണ് മനുവിന്റെ പരാതി. സംസ്ഥാന യൂത്ത് കമ്മീഷൻ ചെയർമാൻ സാജറിന് കുപ്രസിദ്ധരായ രാജേഷ് തില്ലങ്കരിയെയും അർജുൻ ആയങ്കിയും തമ്മിൽ രഹസ്യബന്ധം ഉണ്ടെന്ന് മനു കോടിയേരിക്ക് പരാതി കൊടുത്തു. MV ഗോവിന്ദനും പരാതി കൊടുത്തു. ഇത്തരം പരാതി കണ്ണൂരിലെ മാത്രം ഏർപ്പാടല്ല. അവിടെ പലയിടത്തും ബോംബുകൾ പൊട്ടുന്നു. കൊല്ലപ്പെടുന്നവരെ പാർട്ടി രക്തസാക്ഷികളായി വാഴ്ത്തുന്നു. ആലപ്പുഴയിൽ മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ടും സഖാക്കളെ പിടിച്ചു. എവിടെയും നടപടിയില്ല. ഇതേ തുടർന്ന് 2023 ഏപ്രിൽ 13 ശേഷം മനു പാർട്ടി യോഗങ്ങളിൽ സംബന്ധിച്ചിട്ടില്ല. ജൂൺ 25 പാർട്ടി വിടുകയും ചെയ്തു. മനു നൽകിയത് അടിസ്ഥാനരഹിതമായ വ്യാജ പരാതിയാണെന്നും നടപടി എടുക്കാനാവില്ലെന്നും മനുവിന് മറുപടിയായി കണ്ണൂരിലെ തീപ്പൊരി P ജയരാജൻ കളത്തിലിറങ്ങി. മനു ജയരാജനെ തുറന്ന സംവാദത്തിന് വെല്ലുവിളിച്ചു. അതിന് മറുപടി വന്നത് കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്നാണെന്ന് മനു പറഞ്ഞു. TP ചന്ദ്രശേഖരന്റെയും ഷുഹൈബിന്റെയും കൊലപാതകങ്ങൾ വിപ്ലവങ്ങളല്ല, അപജയങ്ങളാണെന്നും മനു പറഞ്ഞു. മനു ജയരാജൻ ഏറ്റുമുട്ടൽ ഏത് മാനം കൈവരിക്കും എന്നാണ് നിരീക്ഷകർ നോക്കിയിരിക്കുന്നത്. മനു പോയതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് DYFI-യുടെ അഖിലേന്ത്യാ നേതാവ് MA റഹീം MP പറയുന്നത്. പണ്ട് MN വിജയൻ പറഞ്ഞത് മറക്കരുത്. ഒരു മരവും അവസാനത്തെ വെട്ടിനല്ല വീഴുന്നത്, ഓരോ വെട്ടും ദുരന്തമാണ് ഉണ്ടാക്കുക. കണ്ണൂരിൽ പ്രസ്താവനാ വിവാദം തുടരുകയാണ്. സമ്പന്നതയുടെ സംസ്കാരം പാർട്ടിയിൽ പടരുന്നു. അതിന് മയക്കുമരുന്ന് കച്ചവടം വരെ നടത്തുന്നതിനായി പാർട്ടിക്കാർ തന്നെ പറയുന്നു. മനു കൂടി പടിയിറങ്ങുന്നതോടെ ഈഴവർ മാത്രമല്ല, പാർട്ടിയിൽ കയറിയ ക്രൈസ്തവരും പുറത്താകുന്നു എന്ന് തോന്നിപ്പോകും. മനു തോമസിന് മുമ്പ് മുതിർന്ന നേതാക്കളായി ജെയിംസ് മാത്യുവും ജോർജ് തോമസും പുറത്തായി. ഇവരൊന്നും ചെറിയ മീനുകളല്ല. ജെയിംസ് മാത്യുവും ജോർജ് തോമസും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും 2 വട്ടം MLA-മാരും ആയിരുന്നു. SFI-യുടെ ദേശീയ നേതാവ് സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന 2 വട്ടം തളിപ്പറമ്പ് MLA ആയ ഇരിക്കൂറിൽ 2 വട്ടം മത്സരിച്ചു തോറ്റ ജെയിംസ് മാത്യു 2022 ഏപ്രിൽ 27 അദ്ദേഹം പാർട്ടി പ്രവർത്തനം നിർത്തി. ചൈൽഡ് കെയർ സെന്റർ നടത്തുന്നു. റിയാസ് കടകംപള്ളി വഴക്ക് തുടരുകയാണ്. റോഡുകളാകെ കുളമായിരിക്കുന്നു. നന്നാക്കാൻ പണമില്ല. റിയാസ് വിമർശിക്കപ്പെടുന്നു. ഊരുളുങ്കുകർ നിർമ്മിച്ച റോഡുകളെക്കുറിച്ചും പാലങ്ങളെക്കുറിച്ചും പരാതികൾ പെരുകുന്നുണ്ട്. കിഫ്ബിയിലെ ഉപദേശകർ കൊണ്ടുപോകുന്ന പണവും സാധാരണക്കാർക്ക് അസൂയ ഉണ്ടാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ CPM പോരാളികൾ പിടിവിട്ടു പോവുകയാണ്. വടകരയിലെ കാഫിർ പ്രയോഗം അടക്കം അവരുടെ വിനോദങ്ങൾ പലതും അപകടമുണ്ടാക്കുകയാണ്. ഇതെല്ലാം CPM-ൽ ഏറെ തിരുത്തപ്പെടാനുണ്ടെന്നുള്ള സൂചനകളാണ്.
2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ ജനാധിപത്യ മുന്നണി എങ്ങനെയാണ് തോൽപ്പിക്കപ്പെട്ടത് എന്നത് ശാസ്ത്രീയമായി വിലയിരുത്തപ്പെടണം. ആ വിജയം നേടിയ മുന്നണിയെ കൂടുതൽ ദുർബലമാക്കുവാൻ ഇടതുമുന്നണിക്കായി എന്നതാണ് ഒന്നാമത്തെ കാര്യം. 20-19 സീറ്റിലും ജയിച്ചതോടെ ചെറിയ കക്ഷികളെ വില കുറച്ചു കണ്ടു. അത് മുന്നണി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന പ്രമാണത്തിന് നിരക്കാത്തതാണ്. ഒരു കക്ഷിക്കും ഒറ്റയ്ക്ക് ഭരണം പിടിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിൽ നിന്നും രൂപം കൊള്ളുന്നവയാണ് മുന്നണികൾ. അതിലെ ഓരോ ചെറിയ കക്ഷിക്കും നിർണായകമായ സംഭാവന നൽകാനുണ്ടെന്ന് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന, മുന്നണി കൊണ്ട് കൂടുതൽ പ്രയോജനം കിട്ടുന്ന കക്ഷികൾ അംഗീകരിക്കുകയും അതിനനുസരിച്ച് തീരുമാനം എടുക്കുകയും മുന്നണി ബന്ധങ്ങൾ താഴെത്തട്ടിൽ ശക്തമാക്കുകയും വേണം. 2019 ജനാധിപത്യ മുന്നണിക്ക് അതിന് സാധിച്ചില്ല. കേരള കോൺഗ്രസിലെ കൂടുതൽ ജനപിന്തുണയുള്ള വിഭാഗമായ കേരള കോൺഗ്രസ് മാണി മുന്നണിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് മാത്രമല്ല വിഷയമായത്. മുന്നണിയിലെ ഘടകകക്ഷികളായ പല ചെറിയ കക്ഷികൾക്കും അർഹമായ അംഗീകാരം കൊടുക്കാനായില്ല. ഇക്കാര്യത്തിൽ ഇടതുമുന്നണിക്ക്, പ്രത്യേകിച്ച് അതിന്റെ നേതാവായ പിണറായിയുടെ നേതൃത്വ ശക്തിക്ക് വലിയ ശേഷിയുണ്ട്. കേരള കോൺഗ്രസിനെ മുന്നണിയിൽ എടുത്തപ്പോൾ മാണിക്കാരുടെ പ്രസ്റ്റീജ് സീറ്റായ അവരിൽ നിന്നും ഇടതുമുന്നണിയുടെ മാണി സി കാപ്പൻ പിടിച്ചെടുത്ത പാല മാത്രമല്ല, CPM അനായാസം ജയിച്ചുകൊണ്ടിരുന്ന സീറ്റുകളായ ചാലക്കുടിയും റാന്നിയും വരെ അവർക്ക് കൊടുത്ത അവരെ കൂടെ നിർത്താനായി. ഇത്തരമൊരു തീരുമാനം പാർട്ടിയെ കൊണ്ട് എടുപ്പിക്കുവാൻ പിണറായിക്കല്ലാതെ ആർക്ക് സാധിക്കും ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ? അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി താഴെത്തട്ടിൽ മുന്നണി ബന്ധങ്ങൾ ദൃഢമാക്കുവാൻ ഇരു മുന്നണിക്കും ആവണം. 4 പതിറ്റാണ്ടായി വലതുമുന്നണിയുടെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസിന് ഇപ്പോഴും താഴെത്തട്ടിൽ ഇടതുമുന്നണിയുമായി ഇഴുകിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഇടതുമുന്നണിയിൽ നിൽക്കാതെ വേറെ മാർഗമില്ലാത്ത അവർ താഴെത്തട്ടിൽ അത്തരം ഒരു ഐക്യം ഉണ്ടാക്കുവാൻ കഠിനാധ്വാനം ചെയ്യണം. അങ്ങനെ ഒരു ഐക്യം ഉണ്ടാക്കാനായാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. കേരളത്തിൽ ഇരു മുന്നണികളും തമ്മിൽ ജനപിന്തുണയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല. ജനാധിപത്യ മുന്നണിക്കാണ് നേരിയ മേൽക്കൈ. പക്ഷേ അവരുടെ ആഭ്യന്തര ഭിന്നതകൾക്ക് എളുപ്പത്തിൽ ചോർത്തിക്കളയാനാവുന്നതാണ് ആ മേധാവിത്വം. ഇന്നത്തെ ഇടതു വലത് മുന്നണികളായി കേരളം തിരിഞ്ഞ 1979 ഉണ്ടാക്കിയ ഇടതുമുന്നണി പിളർത്തി 1981 ആന്റണി കോൺഗ്രസും മാണി കേരള കോൺഗ്രസും ജനാധിപത്യ മുന്നണിയിൽ തിരിച്ചെത്തിയ ശേഷം 1982 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി 140 അംഗ നിയമസഭയിൽ 77 സീറ്റോടെ അധികാരം തിരിച്ചു പിടിച്ചെങ്കിലും കൂടുതൽ കിട്ടിയത് 85,000 വോട്ടാണ്. ജനാധിപത്യ മുന്നണിക്ക് 48.25% വോട്ട് ലഭിച്ചത് ഇടതുമുന്നണിക്ക് 47.25% വോട്ട് കിട്ടി. 63 സീറ്റും ഉണ്ടായിരുന്നു. 1982 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നും 22 സീറ്റിന് രേഖാമൂലം ഉറപ്പ് നേടിവന്ന മാണിയെ കേരള നേതൃത്വം 17 സീറ്റിൽ ഒതുക്കുകയും സാധിക്കുന്നിടത്തെല്ലാം തോൽപ്പിക്കുവാൻ നോക്കുകയും ചെയ്തു. അങ്ങനെ 1982 നിയമസഭയിൽ മാണിക്ക് 6 സീറ്റും ജോസഫിന് 8 സീറ്റും കിട്ടി. മുന്നണി ഒന്നിക്കണം, ഒറ്റക്കെട്ടാകണം. അതിനായി ഏറെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പിണറായി തയ്യാറാകുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കാണിച്ചതെല്ലാം അതാണ്. പിണറായിക്ക് പാർട്ടിയിൽ ഇത്ര സ്വാധീനം ഉള്ളതുകൊണ്ടാണ് അതെല്ലാം നടന്നത്. ഇനി മുന്നണി കൂടുതൽ ജനപ്രിയമാകണം. ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്താനാവണം. അതിനായി മറ്റാരേക്കാളും കളിക്കാനും കരുക്കൾ നീക്കാനും പ്രാപ്തൻ പിണറായിയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ വിഷയങ്ങളാണ് സജീവമാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങളല്ല അവിടെ സജീവമാകുന്നത് എന്ന് തീർച്ച. ഷിലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.